പ്രിയമുള്ളവരെ നമസ്കാരം. തണുതാടൻ വാർത്തയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ 2 ദിവസം കൊണ്ട് മാധ്യമ ശ്രദ്ധ അതിവിദഗ്ധമായിട്ടൊരു MLA തുറന്നു പറച്ചിലൂടെ മാറ്റി. ഒരു പോലീസ് മേധാവിക്കെതിരെ ഉള്ള തുറന്നു പറച്ചിലിൽ വിദഗ്ധമായി മാറ്റിയിരിക്കുന്നു മാധ്യമ ശ്രദ്ധ. അപ്പോൾ ജനങ്ങൾ ഇനി അതിന്റെ പിറകെ പോകും. കാരണം ഒരു MLAക്കും മന്ത്രിക്കും എതിരെ നടന്മാരായ ഒരു MLAക്കും മന്ത്രിയുടെയും അടുത്ത് അന്വേഷണങ്ങളിലെത്തും. അവർക്കെതിരെ ഉള്ള ആരോപണങ്ങൾ ശക്തമാകും എന്നതിനെ കൊണ്ട് അതിവിദഗ്ധമായിട്ട് മാധ്യമ ശ്രദ്ധ മാറ്റി ഒരു MLAയുടെ തുറന്നു പറച്ചിലൂടെ. ആ MLAയുടെ പൂർവ്വകാലം നമുക്കറിയാവുന്നതാണ്. ഒരുപാട് ഭൂമി തട്ടിപ്പ് കേസിൽ നമുക്ക് ആ MLA പ്രതിയാണ്. ആ MLAക്കെതിരെ അന്വേഷണമൊക്കെ വന്നതാണ്, നമുക്കറിയാം. എന്നിട്ടും അദ്ദേഹത്തിന്റെ വാക്കുകൾ ഒരുവിധം സത്യമാണെന്ന് മനസ്സിലാക്കുന്നു, അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മുടെ ആ ഒരു പോലീസ് മേധാവി സ്വർണ്ണക്കടത്ത് കേസിൽ ഒരുപാട് അങ്കിളിനെയും കൂട്ടരെയൊക്കെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. രവീന്ദ്രൻ, അതേപോലെ ശിവശങ്കരൻ, ഈ വ്യക്തി, ഈ പോലീസ് മേധാവി, എല്ലാവരും ഉൾപ്പെടുന്ന ടീമാണ് സ്വർണ്ണക്കടത്ത് കേസിലെ മുഖ്യ പ്രതികളെന്നല്ല, പ്രതികളെ സഹായിച്ച പ്രതികൾ. ഓക്കെ, അങ്കിളാണല്ലോ ഇപ്പോൾ ഭരിക്കുന്നത്. അപ്പോൾ അങ്കിളിന്റെ പരിചാരകരാണ്. അങ്കിളിനെയും മോളിനെയും പ്രതിക്കൂട്ടിലാക്കും എന്ന് തോന്നുന്ന ഏതൊരു സംഘടനയെയും രാഷ്ട്രീയ പാർട്ടിയെയും ഒളിച്ചു പോയി കാണാനും ഒളിച്ച ആളിനെ വിടാനും ഒക്കെ അങ്കിൾ തയ്യാറാണ്. അത് തയ്യാറായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതിന് ഇനി ആര് വിശദീകരണം ചോദിച്ചിട്ടും ഒന്നും ഒരു കാര്യമില്ല. അങ്കിളിന് പോകാൻ പറ്റിയില്ലെങ്കിൽ പകരക്കാരനെ വിടും. പകരക്കാരൻ പോയി സെറ്റ് ചെയ്ത് തിരിച്ചു വരും. അങ്കിളും മകളും സ്വന്തം മകളെ അഴിക്കുള്ളിലാക്കാൻ ഏതൊരു അച്ഛനും ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് മകൾക്ക് വേണ്ടി ഏതറ്റം വരെയും പോകാൻ ആ ഒരു അങ്കിൾ തയ്യാറാണ്. ഇപ്പോൾ മനസ്സിലാവുമല്ലോ. സ്വന്തം മകളെ സ്വർണ്ണക്കടത്ത് കേസിലുണ്ട്, പിന്നെ സ്വന്തമായി കമ്പനി നടത്തി വൻ കൊള്ള നടത്തിയ ഒരു കേസിലുണ്ട്. അപ്പോൾ അങ്ങനെ പല ഈ മാസപ്പടി മേടിച്ച വിവാദത്തിലുണ്ട്. അപ്പോൾ പല കേസിലും ED അന്വേഷണം വന്ന് വാദിക്കൽ വരും, തിരിച്ചു പോകും. ഇപ്പോൾ സ്വർണ്ണക്കടത്ത് കേസ് വാദിക്കൽ വന്നു, തിരിച്ചു പോയി. കസ്റ്റംസ് കേസ് വാദിക്കൽ വന്നു, തിരിച്ചു പോയി. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഒരു അവസാനം ചെന്നെത്തുന്നത് അത് ഡീൽ ചെയ്തു, നല്ല രീതിയിൽ ഡീൽ ചെയ്തു. പരക്കാരനെ വെച്ചോ നേരിട്ടോ ഒക്കെ ഡീൽ ചെയ്തു. അതിനി നിങ്ങൾ വിചാരിക്കുന്ന ഏത് സംഘടനയെയും അദ്ദേഹം കൂട്ടുപിടിക്കും. കാര്യം അദ്ദേഹത്തിന്റെ ഫാമിലി വലുതാണ്. സ്വർണ്ണക്കടത്ത് കേസിന്റെ താഴ് ഇപ്പോഴും ഈ അങ്കിളിന്റെയും കൂട്ടുകാരുടെയും കയ്യിലാണ് എന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. അപ്പോൾ അതൊക്കെ ഒതുക്കി തീർക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള കുറച്ച് കിങ്കരന്മാരെ വിട്ട് കാര്യങ്ങളൊക്കെ നടത്തിയാണ് പോകുന്നത്. അതിന് ഈ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ സംഘടനയെയും കൂട്ടുപിടിക്കാനും അവർക്ക് വേണ്ടി സകല കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും ഒക്കെ അവർ തയ്യാറാണ്. അതിൻ്റെ ഒരു ഇതാണ് നമ്മളിപ്പോൾ തൃശ്ശൂർ ഒരു വിവാദം വന്ന് കണ്ടത്. ഓക്കെ, അത്രേ എനിക്ക് പറയാനുള്ളൂ. പ്രിയമുള്ള മാളൂരെ, എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, അങ്കിളും കൂട്ടുകാരും ഏത് അറ്റം വരെയും പോകും. കാര്യം പ്രതിയാകുന്നത് അങ്കിളും മകളും ഒക്കെയാണ്, മകളും മകനും ഒക്കെയാണ്. വിദേശ രാജ്യത്ത് ഒരു ബാങ്കിൽ 40% ഷെയറുള്ള മകനും മാസപ്പടി കുംഭകോണത്തിലെ അംഗവുമായ മകളും ഗോൾഡ് കടത്തും ഡോളർ കടത്തിലും പ്രതിയായ അങ്കിളും അടങ്ങുന്ന ആ ഒരു കുടുംബം അകത്തു പോകും. അതുകൊണ്ട് അവർ ഏതറ്റം വരെയും പോകും, ഏത് സംഘടനയെയും പോയി കാലുപിടിക്കും, എന്ത് ഡീലിനും തയ്യാറാകും. ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന പൊതുജനം വെറും വിഡ്ഢികളാണ് എന്നേ എനിക്ക് പറയാനുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ പ്രത്യയശാസ്ത്രവും അതും ഇതുമൊക്കെ കയ്യിലിരിക്കത്തേ ഉള്ളൂ. അവർ ഡീല് നടത്തി അവർക്ക് രക്ഷപ്പെട്ടേ പറ്റൂ. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ അടുത്ത ദിവസം വരുന്നതാണ്. താങ്ക് യു.